നമസ്കാരം. ഇന്ന് നമ്മുടെ ഇൻട്രാക്ഷനിൽ പങ്കെടുക്കുന്നത് പ്രശസ്ത മനഃശാസ്ത്ര ചികിത്സകനും സെക്സ് തെറാപ്പിസ്റ്റുമായ ഡോക്ടർ ബഷീർ കുട്ടി സാറാണ്. സാർ സ്വാഗതം. ഹലോ സാർ. പൊതുവേ സാർ നമ്മൾ മനഃശാസ്ത്രമാണെങ്കിലും ഇപ്പോൾ സെക്സോളജി എന്നുള്ള വിഷയം നമ്മൾ എടുത്താലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാ കാലത്തും ആളുകൾക്ക് സെക്സ് ഒരു നിഗൂഢമായൊരു വസ്തുത തന്നെയാണ്, ഒരു സ്ട്രെയിഞ്ച് ഫീലാണ്. ഈവൻ അത് നമ്മൾ ജെൻഡർ വൈസ് നോക്കുമ്പം ഇപ്പം ഒരു സ്കൂള് ഒരു കാലം ഒരു കുട്ടി വരുമ്പം ഭയങ്കര ഒരു എന്തൂസിയാസം ഇതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഉണ്ടാവും. ഈവൻ അപ്പം അതെപ്പോഴും ഒരു കൗതുകമാണ് പലർക്കും. അപ്പം ഇതിനെ ശാസ്ത്രീയമായി പഠിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുമുണ്ട്. പക്ഷെ തെറ്റായ കാര്യങ്ങൾ പഠിച്ച് വലിയ ഒരു ഡിസ്ട്രക്ഷൻ ലൈഫിൽ നടക്കുന്നവരുമുണ്ട്. അപ്പം ഇത് രണ്ടും നടക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണ്ടത് ഇവർക്ക് നല്ലൊരു ദിശാബോധം കൊടുക്കുക. ഈ ഒരു ചർച്ചയുടെ ഒരു ലക്ഷ്യവും നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ സാറിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നും കുറേ കേസുകൾ സാറ് പഠിച്ചിട്ടുണ്ടാവും, കുറേ ആളുകളെ കണ്ടിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് നമുക്കിതിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ സെക്സ് എന്നൊരു വിഷയം നമ്മൾ എടുക്കുമ്പം എന്താണ് നമുക്കതിൽ പറയാൻ പറ്റുന്നത്? സെക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സെക്ഷൽ ഇൻ്ററാക്ഷൻ. സാധാരണ സെക്സ് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയോ ഒരു പുരുഷനോ തൻ്റെ ഓപ്പോസിറ്റ് സെക്സ് അല്ലെങ്കിൽ എതിർ ലിംഗത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് അയാളുടെ സമ്മതത്തോടു കൂടി ശാരീരികമായോ മാനസികമായോ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ രതിസുഖം നേടുന്ന ആ പ്രക്രിയയാണ് നമുക്ക് സെക്സ് എന്ന് വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇതിനകത്ത് തന്നെ മറ്റാളിൻ്റെ സമ്മതം വേണം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻട്രാക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കാളികളാവണം. കൺസെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടുപേർക്കും താല്പര്യം വേണം. അതിൽ നിന്ന് രണ്ടുപേർക്കും സന്തോഷവും സുഖവും അനുഭവിക്കും. ഇതിനെയാണ് നമുക്ക് സെക്സ് എന്ന് പറയാൻ പറ്റുക. ഈ വിവാഹ ജീവിതത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം ഉണ്ടല്ലോ. അപ്പം ഞാൻ സാറിന്റെ ഒരു ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു, വിവാഹ ജീവിതം വിവേകത്തോടെ. അപ്പൊ അതിൽ സാറ് പറയുന്നുണ്ട് വ്യക്തമായിട്ടുള്ള ഒരു പഠനം നമുക്ക് ഇതിൽ ഉണ്ടാവണമെന്ന്. അപ്പം അതാണ് എനിക്ക് അറിയേണ്ട ഒരു കാര്യം. ഇപ്പൊ സെക്സിൽ നമുക്ക് എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മുടെ മാരേജ് ആയിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ അതിന് മുമ്പേ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നവരും ഉണ്ടാകാം. അപ്പം ആ വിവാഹ ജീവിതം, ആ ബുക്കിന്റെ ടൈറ്റിൽ തന്നെയാണ് എനിക്ക് അറിയേണ്ടത്. നമുക്ക് വിവാഹ ജീവിതത്തിൽ എങ്ങനെയാണ് ആ വിവേകം നേടാൻ പറ്റുന്നത്? അല്ലെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഡിഫൈൻ ചെയ്താൽ സെക്സിലേക്ക് തന്നെ നമുക്ക് എങ്ങനെ വിവേകം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? തീർച്ചയായിട്ടും അത് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇന്ന് സ്കൂൾ ലെവലിലും കോളേജ് ലെവലിലും കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം എല്ലാ പേരിലും എത്തുന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ. പക്ഷെ ഈ പറഞ്ഞ ബുക്ക്, എൻ്റെ ഈ ഒരു എളിയ ബുക്ക് വിവാഹ ജീവിതം വിവേകത്തോടെ എന്നുള്ള ബുക്കിനകത്ത് ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും, സെക്സും ആദ്യരാത്രിയും മറ്റു കാര്യങ്ങളും ഒക്കെ, ന്യായമായ ആവശ്യമുള്ള സെക്സും ആവശ്യമില്ലാത്തതൊക്കെ വിവരിച്ച് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ്. അതുപോലുള്ള എഡ്യൂക്കേഷൻ ജനങ്ങൾക്ക് കൊടുക്കുക മാത്രമല്ല, ഇതിപ്പോൾ അങ്ങനെ കിട്ടാത്ത ആളുകൾ വിവാഹത്തിന് മുമ്പ് ഒരു വിദഗ്ധരെ കണ്ടിട്ട് എന്താണ് സെക്സ്, എന്തെങ്കിലും ആ സംശയങ്ങളെല്ലാം ഉണ്ടെങ്കിൽ ദൂരീകരിച്ചിട്ട് സെക്സ് വിവാഹ ജീവിതത്തിലേക്ക് പോയാൽ അത് നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ എൻ്റെ ഒരു സംശയം ഞാൻ ചോദിക്കുന്നത്, കാരണം നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ തുറന്ന ചർച്ചകൾ ഉണ്ടാവുന്ന ഒരു ഫേസ് ആണ് നമുക്ക്. അവിടെയാണ് നമുക്ക് സെക്സിന് നമുക്ക് വിവേകം ആവശ്യമുണ്ടോ? അത് നാച്ചുറലായിട്ട് കുറച്ചൊരു നമ്മൾ അതിന്റെ ത്വരയിലൂടെ വിടുന്നതാണോ, അതോ അതിന് വിവേകം ഉണ്ടാകണമോ? തീർച്ചയായിട്ടും വിവേകം ഉണ്ടായേ പറ്റൂ. സെക്സിന് വിവേകം ഇല്ല എന്നുണ്ടെങ്കിൽ നാം അവിവേകിയായി പോകും. മാത്രമല്ല, മനുഷ്യൻ എന്ന് പറയുമ്പോൾ മറ്റ് പല ജീവികളെക്കാളും മറ്റ് പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ വളരെ ഡിസിപ്ലിനായിട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. ഇപ്പം മൃഗങ്ങളെ പോലെ അല്ല നമ്മൾ, അല്ലെങ്കിൽ മറ്റ് ചെറിയ ജീവികളെ പോലെ അല്ല നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് സെക്സും അതുപോലെ തന്നെ അച്ചടക്കത്തോടുകൂടി പഠിച്ചിട്ട് അതിൻ്റെ രീതിയിൽ വിവേകത്തിൽ തന്നെ മുന്നോട്ട് പോയാലേ ആസ്വാദനം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ആസ്വാദനം ഉണ്ടാവും, മറ്റു വ്യക്തിക്ക് ആസ്വാദനത്തിന് പകരം വലിയ വിഷമമായിരിക്കും ഉണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഇത് നമ്മൾ വിവേകത്തിൽ മുമ്പോട്ട് പോകണം എന്ന് പറയുന്നത്. സർ, പൊതുവേ നമുക്ക് ഈ സെക്സിനെ കുറിച്ച് നമ്മൾ പറയുമ്പം ഒരു വ്യക്തിക്ക് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ഈ നമുക്കറിയാം മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്നൊരു ആക്ടിവിറ്റിയിലൂടെ ആയിരിക്കാം. ഇതിനെക്കുറിച്ചും പലതരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നമ്മൾ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് അപകടമാണോ, ഇത് ചെയ്യാമോ, അല്ലെങ്കിൽ ചിലർ പറയും ഇത് ശരീരത്തിന് ആവശ്യമായ ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അപ്പം അവിടെ നമുക്കൊരു ക്ലാരിറ്റി കൊടുത്താൽ നന്നായിരിക്കും തോന്നുന്നു. അപ്പം സ്വയംഭോഗം എന്നതിനെ കുറിച്ച് സാറിന് പറയാനുള്ളത് എന്താണ്? സ്വയംഭോഗം എന്ന് പറയുമ്പോൾ
മാസ്റ്റർബേഷൻ, അതായത് ഒരു വ്യക്തി അയാളുടെ ശാരീരികമായിട്ടുള്ള ഭാഗം, പ്രത്യേകിച്ച് ലിംഗം ഉത്തേജിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടോ ഒരു രതിസുഖം കണ്ടെത്തുന്നതിനാണ് നമ്മൾ ഇത് മാസ്റ്റർബേഷൻ എന്ന് പറയുക. അപ്പോൾ അത് സാധാരണ ആൺകുട്ടികളായിരിക്കും ഇത് തുടങ്ങി വയ്ക്കുക. അപ്പോൾ സ്ത്രീകളും ഇത് ചെയ്യാറുണ്ട്, പക്ഷെ പുരുഷന്മാരാണ് കൂടുതലും ഇതിലേക്ക് വരുന്നത്. അത് ചെറിയ പ്രായം മുതൽ തുടങ്ങും. അത് ഓരോരുത്തരുടെ വ്യക്തിത്വവും ജീവിത സാഹചര്യം അനുസരിച്ച് തുടങ്ങാൻ ചിലപ്പോൾ ചിലർ വൈകിയേ തുടങ്ങുള്ളൂ. 20 വയസ്സായിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, 15 വയസ്സിൽ തുടങ്ങുന്നുണ്ട്, അതിന് മുമ്പ് തുടങ്ങുന്ന വ്യക്തികളും ഉണ്ട്. അപ്പോൾ ഇത് സ്വയംഭോഗം എന്ന് പറഞ്ഞാൽ അത് സാധാരണ പ്രക്രിയയാണ്. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ഹോർമോൺസ് ഡെവലപ്പ് ചെയ്ത് വരുന്ന സാഹചര്യം, അതുപോലെ തന്നെ നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മളിപ്പോൾ TV കാണുന്നു, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മീഡിയയിലുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഈ രതി സുഖം നേടുന്ന അല്ലെങ്കിൽ സെക്ഷലായിട്ടുള്ള പിക്ചേഴ്സ്, പോൺ പിക്ചേഴ്സ്, ഇതൊക്കെ കണ്ടും കേട്ടും അറിഞ്ഞും കുട്ടികളുടെ അപ്പം 2 രീതിയിൽ, ഒന്ന് ഹോർമോണൽ ഡെവലപ്മെൻറ്റ്, പുറമേയുള്ള സ്റ്റിമുലേഷൻ, ഇത് രണ്ടും കാരണമായിട്ട് ഇത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിനെയും നമുക്ക് ഈ സെക്സിൻ്റെ പരിധിയിൽ തന്നെ കൊണ്ടുവരാം. അപ്പോൾ അവിടെയും നമുക്ക് നേരത്തെ പ്രോപ്പർ സെക്സ് എന്ന് പറഞ്ഞാൽ 2 പേർ തമ്മിൽ, ഇവിടെയും സെക്സ് എന്നുള്ള വൈഡർ മീനിങ്ങിൽ സ്വയംഭോഗം അല്ലെങ്കിൽ മാസ്റ്റർബേഷനെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ എനിക്ക് അറിയേണ്ടത് ഇതിൽ അഡിക്ഷൻ വരുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ പലർക്കും സംശയം ഇതാണ്, ഇപ്പൊ ഒരു ദിവസം ഒരു തവണയാണോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കുറെ തവണ ചെയ്യാമോ, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഡൗട്ട്സും ആളുകളുടെ ഇടയിലുണ്ട്. അതിനെ മിസ്യൂസ് ചെയ്യുന്ന പല കണ്ടന്റുകളും വരുന്നുമുണ്ട്. ഇപ്പൊ പോൺ സൈറ്റ്സ് ഒക്കെ നോക്കിയാലും വളരെ സെക്സിനോട് ഒരു അഡിക്ഷൻ, ഈവൻ എനിക്ക് തോന്നുന്നു മൃഗീയമായ സെക്സ് ഒക്കെ പിന്നീട് അതിൽ കണ്ട ആളുകൾ ട്രൈ ഔട്ട് ചെയ്യാനുള്ള ഇതും കണ്ടിട്ടുണ്ട്. അപ്പം ഈ മാസ്റ്റർബേഷനിൽ നമുക്ക് അതിൻ്റെ ഒരു ഹെൽത്തി പ്രാക്ടീസ് അങ്ങനെ ഉണ്ടോ? മാസ്റ്റർബേഷൻ്റെ ഹെൽത്തി പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, മാസ്റ്റർബേഷൻ ആസ് സച്ച് നമ്മൾ നോക്കിയാൽ ഇറ്റ് ഈസ് എ ഹെൽത്തി പ്രാക്ടീസ്. അതിനകത്ത് ഒരു ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. കാരണം ഒരു സ്റ്റിമുലേഷൻ വരുന്നു, ലൈംഗികപരമായിട്ടുള്ളൊരു ചോദന വരുന്നു, അപ്പോൾ അയാൾ ആ ലിംഗം ചലിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ലിംഗത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടോ അയാളുടെ ഈ സെമനൊക്കെ പുറത്ത് കളയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ അയാൾക്കൊരു ആശ്വാസം കിട്ടുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ഭാഗത്തിനൊരു ആരോഗ്യം വരികയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള സെക്ഷൽ ആക്ടിനുള്ള ഒരു ആരോഗ്യം അത് ഡെവലപ്പ് ചെയ്തെടുക്കും. നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത് പോലെ ഒരു പ്രക്രിയയാണ്. ഇനി ചിലപ്പോൾ പലരും പറയാറുണ്ട് ഇത് ആരോഗ്യത്തിന് നല്ലതല്ല. ഇപ്പോഴും അതങ്ങനെ വിശ്വസിക്കുന്ന പലരും ഉണ്ടെന്ന് എൻ്റെ അനുഭവം തെളിയിക്കുന്നു. ഒരു തുള്ളി ശുക്ലം അല്ലെങ്കിൽ സെമൻ പോയി കഴിഞ്ഞാൽ അത് 100 തുള്ളി രക്തം പോകുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞു വരുന്നവരുണ്ട്. അല്ലെങ്കിൽ മാസ്റ്റർബേഷൻ ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ ചുറ്റും കറുത്ത നിറം വരുന്നു, അല്ലെങ്കിൽ കണ്ണ് കുഴിഞ്ഞു താഴ്ന്നു പോകുന്നു എന്ന് പറയും, അല്ലെങ്കിൽ ക്ഷീണം വന്നു പോകുന്നു, മെലിഞ്ഞു പോകുന്നു, ആരോഗ്യമെല്ലാം ക്ഷയിച്ചു പോകുന്നു, ഇങ്ങനെ അവകാശപ്പെടുന്നവരുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയും ഇത് ചെയ്യാതിരിക്കുന്നവർക്ക് വൈറ്റാലിറ്റി കൂടുതലാണ്, വളരെ പവർ കൂടുതലാണ് എന്ന് പറയാറുണ്ട്. ഇതെല്ലാം ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു സത്യവും അതിൻ്റെ പിന്നിലില്ല. അതിന് പകരം നമ്മളിങ്ങനെ ഇതൊന്നും സത്യമല്ല. കാരണം ഈ സെമൻ എന്ന് പറഞ്ഞാൽ വേറൊരു സാധനം വരുന്നതാണ്. ഇത് രക്തമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് തനിയെ വന്നിട്ട് അത് പോവുകയാണ്. നമ്മൾ യൂറിൻ ഇങ്ങനെ കണ്ടിട്ട് വരുന്നത് പോലെ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നു, അത് പുറത്ത് പോകുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ബ്ലഡുമായിട്ടോ നമ്മുടെ വൈറ്റൽ ഓർഗൻ വേറെ എന്തെങ്കിലുമായിട്ട് വികരമായിട്ടൊന്നും യാതൊരു ബന്ധവും അതിനില്ല എന്നുള്ളതാണ് സത്യം. ഇനി ചെയ്യാത്തവർക്ക് എക്സ്ട്രാ എന്തെങ്കിലും ആരോഗ്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അതിനും യാതൊരു അടിസ്ഥാനവുമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യം, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ നല്ല ദമ്പതികൾ സാധാരണ പല പ്രാവശ്യം സെക്സ് നടത്താറുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ സെക്സ് നടത്തും. അപ്പോൾ ഒരു വ്യക്തി, ഒരു പുരുഷൻ്റെ ശരീരത്തിൽ നിന്ന് സെമൻ ധാരാളം പുറത്തു പോകും. സാധാരണ സെക്ഷൽ റിലേഷൻഷിപ്പ് ഒരു സ്ത്രീയുമായിട്ട് നടത്തുമ്പോൾ ഉണ്ടാവുന്ന, അപ്പോൾ വിസർജിക്കുന്ന ആ സെമൻ്റെ അളവിനേക്കാളും വളരെ കുറച്ചേ ഉണ്ടാവുന്നുള്ളൂ മാസ്റ്റർബേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വിവാഹം കഴിഞ്ഞ ഒരു പുരുഷൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ശോഷിച്ച് മെലിഞ്ഞ് ഉണങ്ങി അയാളുടെ വൈറ്റാലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് അയാൾ വല്ലാത്ത രോഗിയായി മാറണം. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ നല്ല തടിച്ച് കൊഴുത്ത് അല്ലെങ്കിൽ നല്ല പ്ലസൻ്റ് ആയിട്ട് നല്ല ആരോഗ്യവാനായിട്ടാണ് പലപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ വാദത്തിനൊന്നും യാതൊരു അർത്ഥവുമില്ല.